ഹലോ ഗൈസ്, അങ്ങനെ അഷ്ടമി തുടങ്ങിയിട്ട് ഇന്നേക്ക് 10-ാം ദിവസമാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും വൈക്കത്തഷ്ടമിയെക്കുറിച്ച്. വൈക്കംകാരെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദേശത്തിൻ്റെ തന്നെ ഉത്സവമാണ് വൈക്കത്തഷ്ടമി. ഒരുപാട് പേര് പുറത്തുനിന്നും തൊഴാൻ വേണ്ടിയിട്ട് ഈ സമയങ്ങളിൽ വരാറുണ്ട്. നല്ല തിരക്കാണ് ഈ അഷ്ടമിക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അഷ്ടമി സമയത്ത് നമുക്ക് വൈക്കത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല. കിഴക്കേ നടയിലും തെക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും ഒക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് അഷ്ടമി കൂടാൻ വേണ്ടി വന്നിരുന്നെങ്കിലും അമ്പലത്തിനകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെയും ചിറ്റയുടെയും മോളുടെയും കൂടത്തിലാണ് തൊഴാൻ വേണ്ടി വന്നത്. അപ്പോൾ അവരിപ്പോൾ മോനെ എടുത്തുകൊണ്ട് നടക്കുവാണ്. ഞാനിങ്ങനെ ഫ്രീ ബേഡായിട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. എനിക്കിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കൊമ്പൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ അഷ്ടമിക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന ആനേനെയാണ് കേട്ടോ. ആനയുടെ ഭാഗത്തോട്ടേ ഞാൻ പോകത്തില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് തൊഴാനുള്ള ക്യൂ അല്ല കേട്ടോ, ഇത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ആണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. വലിയ തിരക്കൊന്നും അല്ലാണ്ട് തന്നെ അകത്ത് കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ പോയി വെള്ളം കുടിച്ചു. പല സ്ഥലങ്ങളായിട്ട് അവിടെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം നമ്മൾ 10 കൊമ്പന്മാരും ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും ഓരോ എണ്ണ ആനകളായിരിക്കും. ഇന്ന് 10-ാം ദിവസമായതുകൊണ്ടാണ് 10 ആനകൾ നിന്നിട്ടായിരുന്നു ശീവേലിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞാപ്പൂനെ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു. ഇനി ഞങ്ങൾ ഈവനിങ്ങിലാണ് വരുന്നത്. ഈവനിങ്ങിൽ ഇവിടുന്ന് പടിഞ്ഞാറ് നടയിലോട്ടൊന്ന് നടക്കണം. എന്ത് നല്ല രസമായിരിക്കും എന്നറിയാമോ. ഒരുപാട് കച്ചവടക്കാരും പിന്നെ ബീച്ചിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അവിടെ റോബോട്ടിക് ആനിമേഷൻ എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈവനിങ്ങിൽ ഒരു കറക്കമുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും എടുത്തൊരു വീഡിയോയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു, പക്ഷേ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഇന്ന് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ വൈക്കത്തുള്ളവരായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അഷ്ടമി ആശംസകൾ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ടാറ്റാ.